നോയ്സ് പുറത്തിറക്കിയ ബഡ്സ് കോമ്പാറ്റ് ഇസഡ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇൻട്രോഡക്ടറി പ്രൈസിലാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 3999 ഇതിന്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ 1099 രൂപയ്ക്ക് ഓഫർ പ്രൈസിൽ വാങ്ങിക്കാനായിട്ട് പറ്റും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ 1500 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ബഡ്സ് ഓഫർ പ്രൈസിൽ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനൊരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ട്രീ വഴിയും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് പറ്റും. ഗൂഗിളിൽ 𝗙𝗪𝗂𝗔𝗔 ലിങ്ക് ട്രീ എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതോടുകൂടി ഇങ്ങനെ ഒരു ഐക്കൺ വരും. ഇതാണ് നമ്മുടെ ലിങ്ക് ട്രീ. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഓഫേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു ഓഫർ കാർട്ട് എന്ന സ്റ്റോർ കാണാനായിട്ട് പറ്റും. ഇതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ സ്റ്റോറിലേക്ക് ചെല്ലാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഡീറ്റെയിൽ കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും താഴെയായിട്ട് വ്യൂ പ്രൊഡക്ട്സ് എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പല ആളുകളും ധരിക്കുന്ന ഒരു കാര്യം, ബഡ്സ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടില്ലെങ്കിലും പിന്നീട് വാങ്ങിക്കുമ്പോൾ പ്രൈസ് ഡിക്രീസ് ആവുന്നൊക്കെ ചിന്തിക്കാറുണ്ട്. യൂഷ്വലി ബഡ്സിൻ്റെ കാര്യത്തിൽ പ്രൈസ് അങ്ങനെ വല്ലാതെ പലപ്പോഴും കുറയാറില്ല. കാരണം ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് യൂണിറ്റ് മാത്രമാണ് കമ്പനീസ് പുറത്തിറക്കാറുള്ളത്. ആ ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ അവർ മറ്റൊരു മോഡലിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓഫർ പ്രൈസിൽ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, അതോടൊപ്പം തന്നെ നല്ല ഓഫർ പ്രൈസിലും കിട്ടും. ബോക്സിന് മുകളിൽ നോയ്സിന്റെ ബ്രാൻഡിംഗ് കാണാനായിട്ട് പറ്റും. ബഡ്സിന്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പെസിഫിക്കേഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബഡ്സ് കോമ്പാറ്റ് ഇസഡ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബഡാണ്. കുറച്ചുകൂടെ ഇതിന്റെ സ്പെസിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 10mm ഡ്രൈവർ ആണ്. ഗെയിമിംഗ് LED അവൈലബിൾ ആണ്. അതുപോലെ ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഇതിലുണ്ട്. 10 മിനിറ്റ് ചാർജ് ആണെങ്കിൽ 120 മിനിറ്റ് വരെ പ്ലേ ടൈം തരുന്ന ഒരു ബഡ്സ് ആണ്. IPX5 റേറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ പിറകിലോട്ട് വരുമ്പോഴും കുറച്ചധികം സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഡീറ്റെയിൽസും അതുപോലെ വാറണ്ടി ഡീറ്റെയിൽ ഒക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങൾ ബഡ്സ് വാങ്ങിച്ച ശേഷം എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇവിടെയുണ്ട്. മെയിൽ അയക്കാനും അതുപോലെ കസ്റ്റമർ കെയർ ഒക്കെ ആയിട്ട് ബന്ധപ്പെടാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബോക്സിൽ നമുക്ക് കാര്യമായിട്ട് വരുന്നത് ആസ് യൂഷ്വൽ കുറച്ച് സ്റ്റിക്കർ വർക്ക്സും അതുപോലെ മെയിൻ യൂണിറ്റും പിന്നെ നമുക്ക് Type-C ചാർജിംഗ് കേബിളൊക്കെ ആയിരിക്കും. സ്മാർട്ട് വാച്ചസിന്റെ കാര്യത്തിലും ബഡ്സിന്റെ കാര്യത്തിലും ഇന്ത്യയിലെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നോയ്സ്. 2022 സ്മാർട്ട് വാച്ചസിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തായിരുന്നു. ബഡ്സിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ ബ്രാൻഡായിരുന്നു നോയ്സ്. വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ, കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതാണ് ബോക്സിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു Type-C ചാർജിംഗ് കേബിൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ എക്സ്ട്രാ ഇയർ ടിപ്സും അവൈലബിൾ ആണ്. 2 പെയർ എക്സ്ട്രാ ഇയർ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. ഡിഫാൾട്ട് ആയിട്ട് കിട്ടുന്ന ഇയർ ടിപ്സ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സൈസിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിലൊരു Type-C ചാർജിംഗ് കേബിൾ ആണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. 10 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 120 മിനിറ്റ് വരെ പ്ലേ ടൈം തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. കേസിന് മുകളിൽ നോയ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. നമ്മുടെ പക്കലുള്ളത് ഒരു ഗ്രീൻ കളർ വേരിയന്റ് ആണ്. അതുകൊണ്ടാണ് നോയ്സ് എന്ന പേരും അവർ ഗ്രീനിൽ തന്നെ എഴുതിയിട്ടുള്ളത്. കേസിന്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു ഇൻഡിക്കേറ്റർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിംഗ് പോർട്ട് പിറകിലാണ് വരുന്നത്. Type-C പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അഗെയിൻ ഈ ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ കിഡിലൻ സ്റ്റൈലിഷ് ലുക്കിലുള്ള ബഡ്സ് കാണാൻ പറ്റും. കേസ് അത്യാവശ്യം വലുപ്പമുണ്ടെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണാം. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇതിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ നമുക്കൊരു ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആകുന്നത് കാണാൻ പറ്റും. നമ്മുടെ കളർ വേരിയന്റിന്റെ അതേ ഒരു കണ്ടിന്യൂഷൻ ആണ് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴും കാണാനായിട്ട് പറ്റുന്നത്. ENC സപ്പോർട്ടോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ക്വാഡ് മൈക്ക് സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ നോയ്സ് ക്യാൻസലേഷൻ നല്ലപോലെ നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് 5.3 ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയന്റ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കണക്ടിവിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. 100% ചാർജ് ഉണ്ട് കേട്ടോ. നമ്മൾ കണക്ട് ചെയ്ത സമയത്ത് തന്നെ കേസ് ഇത്തരത്തിൽ ക്ലോസ് ചെയ്താൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഡീആക്ടിവേറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ കേസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും കണക്ട് ആയിട്ടും കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ കണക്ടിവിറ്റി ഫീച്ചറിനെ പറ്റി പറയാനുള്ളത്. പിന്നെ കോൾസും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ക്ലാരിറ്റിയിൽ കേൾക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനൊക്കെ ആയിട്ട് പറ്റും. നമ്മുടെ കേസിന്റെ വെയിറ്റ് വരുന്നത് 42 ഗ്രാം ആണ്. ബഡ്സിന്റെ വെയിറ്റ് വരുന്നത് 7.8 ഗ്രാം ആണ് ഈച്ച്. അതായത് ഓരോന്നും 7.8 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ബഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നതിനായിട്ട് 90 മിനിറ്റ് നിങ്ങളൊന്ന് പ്ലഗ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ 70% വോള്യത്തിലാണ് നിങ്ങൾ ഇത് പ്ലേ ചെയ്യുന്നതെങ്കിൽ കമ്പനി പറയുന്നത് പ്രകാരം നിങ്ങൾക്കൊരു 8 hours ഇത് പ്ലേ ടൈം തരും എന്നാണ്. ബ്ലൂടൂത്തിന്റെ റേഞ്ച് നമുക്ക് കിട്ടുന്നത് ഏകദേശം 10 meters ആണ്. 50 hours ആണ് ഇതിന്റെ ടോട്ടൽ പ്ലേ ടൈം ആയിട്ട് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നതിന് 90 മിനിറ്റ് സമയം എടുക്കും. 90 മിനിറ്റ് വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബഡ്സ് നിങ്ങൾ 5 തവണ ഇതിൽ ഇൻസേർട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തവണ ചാർജ് ചെയ്യുന്ന സമയത്ത് 50 മണിക്കൂർ വരെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബഡ്സ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം നല്ലപോലെ ചെവിയിൽ നിൽക്കോ ഇല്ല എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ബഡ്സിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ചെവിയിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ഫേം ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് പോലും ഇത് ഫാളാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നല്ല ഗ്രിപ്പ് ഉണ്ട്, ചെവിയിൽ നല്ലപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണ് നമ്മുടെ ചെവിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ പക്കലുള്ളത് ഒരു ഗ്രീൻ കളർ വേരിയന്റ് ആണ്. ഏകദേശം 3 കളർ വേരിയന്റിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബഡ്സിന്റെ ടച്ച് കൺട്രോൾസ് ഒന്ന് പരിചയപ്പെടാം. റൈറ്റ് സൈഡിൽ ഇത്തരത്തിൽ സിംഗിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വോള്യൂം ഇൻക്രീസ് ആകും. ലെഫ്റ്റിലാണ് സിംഗിൾ ടാപ്പ് കൊടുക്കുന്നതെങ്കിൽ വോള്യൂം ഇങ്ങനെ ഡിക്രീസ് ആകുന്നത് കാണാനായിട്ട് പറ്റും. വോള്യൂം മാനേജ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഇനി നിങ്ങൾ പ്ലേ ചെയ്യുന്ന ട്രാക്ക് റെസ്യൂം ചെയ്യുന്നതിനും പ്ലേ ചെയ്യുന്നതിനും ഇത്തരത്തിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ പോസ് ചെയ്തുകൊണ്ടിരുന്ന ട്രാക്ക് പ്ലേ ആയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അത് പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഏതെങ്കിലും ഒരു ബഡിൽ ഇത്തരത്തിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ അത് പോസ് ആകുന്നതാണ്. നെക്സ്റ്റ്
ട്രാക്കിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടതെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് കൊടുത്താൽ മതി, നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകും. ഇനി പ്രീവിയസ് ട്രാക്കിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടതെങ്കിൽ ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡിൽ 3 തവണ ടാപ്പ് ചെയ്താൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. ആ ഒരു രീതിയിലാണ് നമുക്ക് വോളിയം അതുപോലെ മ്യൂസിക് എല്ലാം ഇതിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. കോൾ വരുന്ന സമയത്തും ഇത്തരത്തിൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. കോൾ പിക്ക് ചെയ്യുന്നതിന് ഇത്തരത്തിൽ ഡബിൾ ടാപ്പ് കൊടുത്താൽ മതി. ഇനി ഓൺ ഗോയിങ് കോൾ ഡിസ്കണക്ട് ചെയ്യുന്നതിനും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ബെഡിൽ ഡബിൾ ടാപ്പ് കൊടുക്കുക. ഇനി ഒരു കോൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് പിക്ക് ചെയ്യേണ്ടതില്ല, റിജക്ട് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഒരു 2 സെക്കൻഡ് ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്താൽ മതി, അത് റിജക്ട് ആയിക്കോളും. ഇനി നിങ്ങൾക്ക് വോയിസ് അസിസ്റ്റന്റ് വേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ 4 തവണ ടാപ്പ് ചെയ്താൽ വോയിസ് അസിസ്റ്റന്റ് വേക്കപ്പ് ആയി നിങ്ങൾക്ക് കമാൻഡ് കൊടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ബഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ടച്ച് കൺട്രോൾസിലാണ് വന്നിട്ടുള്ളത്. ബട്ടൺസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, മുഴുവനായിട്ട് ടച്ച് കൺട്രോൾസ് ആണ് വരുന്നത്. കേസ് കുറച്ച് ഡിഫറൻറ്റ് ആണ് കേട്ടോ, സാധാരണ വരുന്ന കേസിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടാണ് ഇതിന്റെ കേസ് വന്നിട്ടുള്ളത്. നോയ്സ് ബഡ്സ് കോമ്പാറ്റ് ഇസഡിന്റെ ഈ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു ബഡ്സ് ഇപ്പോൾ ഓഫർ പ്രൈസിൽ 1099 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനൊരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇത് ഗ്രാബ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീലുകളും ഓഫറുകളും 𝗙𝗪𝗂𝗔𝗔 എന്ന ടെലഗ്രാം ചാനലിലൂടെയും ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയും ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. രണ്ടിന്റെയും ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.